ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. എന്തായാലും അടുത്ത നമ്മൾ ജെൻഡിങ് ഹൈലാൻഡ്സിലോട്ട് പോകുകയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ ജെൻഡിങ് ഹൈലാൻഡ്സിനെ കുറിച്ചായിരിക്കുമെന്ന്. അപ്പം നമുക്ക് ആ ജെൻഡിങ് ഹൈലാൻഡ്സിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. എനിക്ക് ഈ വീഡിയോയിൽ കൂടി അത് മുഴുവൻ പറഞ്ഞ് തീർക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. മലേഷ്യയിലെ ഒരു വിനോദ നഗരമാണ് ഈ ജെൻഡിങ് ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞ ടാനാറ്റിങ്, അതായത് ജെൻഡിങ് മേഘങ്ങളുടെ നെറുക എന്നാണ് ഈ ജെൻഡിങ് ഹൈലാൻഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ജെൻഡിങ് ഹൈലാൻഡ്സ് മസ്റ്റ് ഗോ പ്ലേസാണ് മലേഷ്യയിൽ. കാരണം നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ച് തന്നെയാണ്. കൂൾ ക്ലൈമറ്റ്, നാച്ചുറൽ ബ്യൂട്ടി, പിന്നെ എക്സൈറ്റിംഗ് അട്രാക്ഷൻസ് ഒത്തിരി ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ്സ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. കേബിൾ കാർസ് പറയാതെ വയ്യ. ഒരു ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും ഒരു എക്സ്പീരിയൻസാണ്. നമുക്ക് കാറ് വഴി പോവാം. പിന്നെ 4600 ഫീറ്റ് എബോവ് സീ ലെവലിലാണ് പിന്നെ ഈ ജെൻഡിങ് ഹൈലാൻഡ്സ് ലൊക്കേറ്റ് ചെയ്യണത്. ട്വിറ്റ്വാൻസാൽ മൗണ്ടൻ നോർത്ത് കോലാലംപൂരിലാണ് ഈ ജെൻഡിങ് ഹൈലാൻഡ്സ്. അപ്പം കേബിൾ കാറ് വഴി പോവാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അല്ലെങ്കിൽ നമുക്ക് കാറിൽ പോവാം, പക്ഷേ കേബിൾ കാറ് വഴി പോകുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ കുറച്ച് ക്യൂ നിൽക്കണം. അപ്പോൾ കേബിൾ കാർ തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ഫുൾ ഗ്ലാസ് പോകുന്ന വഴിക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞ താഴത്തെ ഫ്ലോറും ഗ്ലാസ് ആയിരിക്കും. മഴ അത് സെലക്ട് ചെയ്തില്ല. നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. നോർമലായിട്ടുള്ള ഒരു കേബിൾ കാർ. അപ്പോൾ അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മൾ ചാടി നമുക്ക് നമ്മൾ ഇതിനെ ഈ ഒത്തിരി കേബിൾ കാറിനകത്ത് കയറുമ്പോൾ മാത്രമേ ഈ മഴ ആദ്യമായിട്ട് പോണവർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു ബ്ലെസ്സിങ് പോലെ തോന്നി ഈ യാത്രയും എല്ലാം. ശരിക്കും ഒരു ബ്ലെസ്സിങ് പോലെ തോന്നി. കാരണം ഈ മഴ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കേട്ടോ. അപ്പം ഈ ചിൻസീവ് ടെമ്പിള് ഭയങ്കര ഒരു എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ് ചൈനീസ് ടെമ്പിള്. ചിൻസീവ് കേവ് ടെമ്പിൾ മലേഷ്യയിലെ പഹാങ്ങിലെ ജെൻഡിങ് ഹൈലാൻഡ്സിലുള്ള ഒരു ചൈനീസ് ക്ഷേത്രമാണ്. ഒരു വലിയ ബുദ്ധപ്രതിമ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളവർ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ അവർ കാറും എടുത്ത് ഇവിടെ വരാറുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കാറിൽ ഒരു 5-10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ മിക്കവാറും അവർക്കൊരു വീക്കെൻഡിലൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് അവിടെ. അപ്പം നമ്മൾ ഈ ചിൻസീവ് ഗുഹാക്ഷേത്രം ജെൻഡിങ് ഹൈലാൻഡ്സ് ഗ്രൂപ്പ് സ്ഥാപകൻ അന്തരിച്ച ലിംഗോ ടോങ് സംഭാവന ചെയ്തത് 28 ഏക്കർ പാറക്കെട്ടുകളുള്ള ഒരു വനഭൂമിയിൽ ഈ മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് അവിടെ വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വെറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു വളരെ അങ്ങ് ഭയങ്കര തണുപ്പൊന്നുമില്ലായിരുന്നു. ഇദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചൈനക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഉള്ള
ദേവതകളും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ഡ്രാഗൺ, പിന്നെ അവരുടെ ജലദേവത, അവരുടെ ഒരുപാട് അവിടെ റിച്വൽസും അവരുടെ കൾച്ചറുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. വളരെ ആ പഗോഡാസ് തന്നെ 10 നിലയോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നമുക്ക് കയറി കാണാം അവരുടെ ജലദേവത, പിന്നെ അവരുടെ ഈവിൾ സ്പിരിറ്റിനെയൊക്കെ മാറ്റി നിർത്തുന്നതും പിന്നെ മഴ പെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒത്തിരി വിശ്വാസങ്ങൾ ഇടകലർന്നിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബുദ്ധപ്രതിമയാണ് കേട്ടോ. ബുദ്ധപ്രതിമ. പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവിടെ ഈ നമ്മുടെ അമ്പലങ്ങളിൽ, ഞാൻ കുറ്റം പറയുന്നതല്ല, ഭയങ്കര അവിടെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പിടിക്കരുത്, ഇവിടെ തൊടരുത്, അങ്ങനെയൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് നമുക്കൊരു പേടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു ടൂറിസ്റ്റിനടുത്തൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഫ്രീഡമാണ് കേട്ടോ. നമ്മളാരും ഒന്നിനും റെസ്ട്രിക്റ്റ് ചെയ്യുമോ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ അവരുടെ നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. പിന്നെ അവിടെ ഒരു വലിയ മണി ഇങ്ങനെ ഒരു ബെല്ല് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു 1 വിഷ് 1 ബെല്ലെന്ന്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് 2-3 ബെല്ലടിച്ചാലൊന്നും അവിടെ ആരും വഴക്ക് പറയുകയൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമ്മളൊത്തിരി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ മണി. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് മണി അടിക്കണം എന്നാണ് അവിടെ പറയുന്നത്. വളരെ മനോഹരമായ ഒരു അമ്പലം തന്നെയാണ്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ, അതെടുത്ത് പറയണം. കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ പോലും ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പണി നടക്കുവാണ്. എന്നാൽ പോലും അവർ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും പറയുന്നില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത നമ്മളിവിടെ നിന്ന് കേബിൾ കാറിൽ തന്നെയാണ് പോയത്. ഇടയ്ക്ക് നമ്മൾ അവിടെ എന്തോ ഒരു പണി നടക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു കാറെടുത്ത് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിങ്ങനെ ഓരോ 20 മിനിറ്റിൻ്റെ ഇടയിലും അവിടെ നിന്നിങ്ങനെ കാറുകൾ പോവും. പക്ഷേ അപ്പം നമ്മളതിങ്ങനെ നമുക്ക് അറിഞ്ഞൂടാത്ത ടൂറിസ്റ്റുകളാണെങ്കിൽ അവിടെ അവർ നമുക്ക് വേണ്ടി മാത്രം ഒരു ക്യാബെന്നും പറഞ്ഞിട്ട് അത് ഇച്ചിരി റെന്റ് നല്ല കൂടുതലാണ്. നമുക്ക് വേണ്ടി പെട്ടെന്ന് എത്താം എന്നുള്ള രീതിയിൽ അവർ ഒരു കാർ കൊണ്ടുവന്ന് നമ്മളെ പറ്റിക്കാനുള്ള ചെറിയൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറ്റിക്കപ്പെടാൻ പാടില്ല, മേടിക്കുന്നുള്ളൂ. അപ്പം ഇത് നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അതായത് നമ്മൾ ലാർജസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലല്ലേ, അവിടെ പോകാനായിട്ടാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഗെയിമും ഔട്ട്ഡോറായിട്ടുള്ള റൈഡ്സും എല്ലാം നമുക്ക് പിന്നെ ഈ കേബിൾ കാറിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി മാത്രം നമ്മൾ ഒരു ദിവസം വരണം ഈ പുറത്തുള്ള ഔട്ട്ഡോർ ഗെയിം കളിക്കാനായിട്ട്. ഇനി അടുത്ത നമ്മൾ ഈ ഹോട്ടലിനകത്തുള്ള കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അതായത് റിസോർട്ട് വേൾഡ്, ജെന്നിങ് സ്കൈ വേൾഡ്, തീം പാർക്ക്, ഫസ്റ്റ് വേൾഡ് ഹോട്ടൽസ്, സ്കൈ ട്രോപ്പോളിൻസ് ഇൻഡോർ തീം പാർക്ക്, സ്ട്രോബെറി ഫാം. അതിപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. സ്ട്രോബെറി ഫാം നമ്മൾ പോയി. പിന്നെ കാസിനോ ഡി ജെൻറ്റിങ്, സ്കൈ കാസിനോ, ഷോപ്പിംഗ് മാള്, ഇഷ്ടം പോലെ ഷോപ്പിംഗ് മാൾസ്, കോഫി ഷോപ്സ്, അങ്ങനെ ഫുൾ ഒരു
മായിക പ്രപഞ്ചം, നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് സ്കൈ വേൾഡ് തീം ഇൻ പഹാങ്. അങ്ങനെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു പ്രളയം തന്നെ അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. മാർച്ച് ടു സെപ്റ്റംബർ മാസങ്ങൾ അവിടുത്തെ വെതർ കുറച്ച് നല്ല ക്ലൈമറ്റ് ആണെന്നാണ് പറയുന്നത്. ആ സമയത്ത് കൂടുതൽ അവിടെ പോകാനായിട്ട് നോക്കാം. നമ്മുടെ ഒരു ആനക്കുട്ടനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട്. അപ്പം ഈ ജെൻഡിങ് ഹൈലാൻഡ്സിലെ ഏറ്റവും വേൾഡ് ലാർജസ്റ്റ് ഹോട്ടൽസ് ഒക്കെ ആയിട്ട്. അപ്പം പിന്നെ അവിടെ ഈ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒത്തിരി ചെറി ബ്ലോസം ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒത്തിരി ഡെക്കറേഷനൊക്കെ ചെയ്ത് ശരിക്കും ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സീസണായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പം പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബും ഒക്കെ വളരെ മനോഹരമായി ഹോട്ടൽസിൻ്റെ. സത്യം പറഞ്ഞാൽ ഇനിയും അവിടെ കാഴ്ചകളുണ്ട്. അപ്പോൾ അതെല്ലാം കുറേ നമ്മൾ കണ്ടു. പിന്നെ ടയേർഡായി, രാവിലെ ഇറങ്ങിയതല്ലേ, ടയേർഡായി. പിന്നെ ഓടിച്ചെല്ലാം ഒന്ന് കണ്ടു. തിരിച്ച് നമ്മൾ ആ മല ഇറങ്ങിയപ്പോൾ ഒത്തിരി ഇരുട്ടിയായിരുന്നു കേട്ടോ. ശരിക്കും ആ സമയത്ത് നല്ല മഴയുമായി, നല്ല ഇരുട്ടുമായി, മഴയുമായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയോ സ്നാക്സോ എന്തൊക്കെയോ കഴിച്ചു. നമ്മൾ ആ തായ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണല്ലോ അവിടെ പോയത്. അതുകൊണ്ട് വയറ് ഫുള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു മലേഷ്യൻ യാത്ര. അപ്പം വീണ്ടും മലേഷ്യൻ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ വീഡിയോസ് ഒത്തിരി ആവും. വളരെ മനോഹരമായ കാഴ്ചകൾ പറ്റുന്നത്ര ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയും ഇരുട്ടും ഒക്കെ ആയിരുന്നു. തിരിച്ച് സ്കൈവേയിൽ തന്നെയാണ് നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് ആ കുത്തനെയുള്ള ഇറക്കവും ഇച്ചിരി പേടിയാവും. പിന്നെ വളരെ സാവധാനമാണ് അവർ ആ കേബിൾ കാർ പോകുന്നത് കേട്ടോ. പിന്നെ അവർ ഞാൻ പറഞ്ഞ പോലെ നിർത്തത്തില്ല, നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം